ചാനൽ സൂപ്പർ ലീഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വീക്ക് 50, ഏകദേശം 2024 അവസാനിക്കാൻ പോവുകയാണ്. അതിനു മുമ്പുള്ള ആഴ്ചകളാണ്. പക്ഷേ ഒരു ഇയർ എൻഡിലെ വാശിയേറിയ മത്സരങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഈ ആഴ്ചയും പ്രത്യക്ഷത്തിൽ മലയാളം ന്യൂസ് ചാനൽസിൻ്റെ ഇടയിൽ പ്രത്യക്ഷമായിട്ട് കാണുന്നില്ല. എല്ലാവരും സേഫ് സോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു മെത്തേഡ് തന്നെയാണ്. കാരണം വെച്ചാൽ ഏകദേശം ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ഒരു സേഫ് സോണിൽ GEC സെക്ടറിലെ ചാനലിൻ്റെ ഒരു റേറ്റിംഗ് പോലെ തന്നെ ഒരു ഓരോരുത്തരും ഓരോരോ അവർക്കുള്ള സേഫായിട്ടുള്ള എന്താ പറയുക GRP കൊണ്ട് തൃപ്തിപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ 1 ഈ വീക്ക് 50 അതായത് ഡിസംബർ 7 മുതൽ 13 വരെയുള്ള ഡേയ്സാണ് ഇത് വരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. കേരള 2+ൽ ഏഷ്യാനെറ്റ് ന്യൂസ് നമ്പർ 1 ആണ്. 95.74 ഉണ്ട്. നമ്മൾ ഏകദേശം കഴിഞ്ഞ ആഴ്ച ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഫിഗേഴ്സ് തന്നെയാണ് ഈ പ്രാവശ്യം അവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. ഒരു സന്തോഷമുള്ള കാര്യമാണത്. കാരണം വലിയൊരു കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു സമയമാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ സംഭവവികാസങ്ങൾ അത്രയധികം കയറാത്തൊരു വീക്കായിരുന്നു ആഴ്ച. സെക്കൻഡ് പൊസിഷനിൽ റിപ്പോർട്ടർ തന്നെയാണ്. റിപ്പോർട്ടർ കഴിഞ്ഞ ആഴ്ചയെക്കാട്ടും ഒരു 1.35 ഡ്രോപ്പ് ഉണ്ട് അവർക്ക്. 77.99 സെക്കൻഡ് പൊസിഷനിൽ. ആൻഡ് തേർഡ് പൊസിഷൻ 24 ന്യൂസാണ്. 24 ന്യൂസിന് 67.14. അവർക്ക് ഏകദേശം 2.4 ഗ്രോത്ത് ഉണ്ട്. ഈ ആഴ്ച ഈ ഗ്രോത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനും 24 ന്യൂസിനുമാണ് ഗ്രോത്ത് ഉള്ളത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 24 കുറച്ച് വീണ്ടും തിരിച്ചു വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു പഴയ ഒരു ചാമിലേക്ക് റേറ്റിംഗ് വൈസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ചെറുതെങ്കിലും ഒരു പോയിന്റ് 2 പോയിന്റ്, കഴിഞ്ഞ ആഴ്ച 4 പോയിന്റ്, അങ്ങനെ ചെറിയ ചെറിയ ഗ്രോത്ത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കൂട്ടാൻ സഹായിക്കും എന്നുള്ളത് തീർച്ചയാണ് അത്തരം ഒരു ഇത് വരുമ്പോൾ. കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ സെക്കൻഡ് പൊസിഷൻ തിരിച്ചു പിടിക്കുമോ ഇല്ലയോ, എനിക്ക് തോന്നുന്നു ഒരു 3 ആഴ്ചയും കൂടിയുണ്ട്, 2 ആഴ്ചയും കൂടിയുണ്ട്. ആ 2 ആഴ്ചയ്ക്കുള്ളിൽ അവർക്ക് ഇയർ എൻഡ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും അവർ വീണ്ടും സെക്കൻഡ് പൊസിഷനിൽ എത്തോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലൊരു ചോദ്യം. എത്തുമായിരിക്കും, എത്തില്ലായിരിക്കും, നമുക്ക് നോക്കാം. എന്തായാലും 2 ആഴ്ച കൊണ്ടും കാത്തിരുന്നാൽ മതിയല്ലോ. ദെൻ ഫോർത്ത് പൊസിഷനിൽ മനോരമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 40.93. ആൻഡ് ഫിഫ്ത്ത് പൊസിഷൻ മാതൃഭൂമി. എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ആൻഡ് 39.89. ആൻഡ് സിക്സ്ത് പൊസിഷനിൽ ജനത്തിന് 20.04. ആൻഡ് സെവൻത്ത് പൊസിഷനിൽ കൈരളി 17.92. ആൻഡ് എയ്ത്ത് പൊസിഷനിൽ ന്യൂസ് 18 13.7. ആൻഡ് ലാസ്റ്റ് പൊസിഷൻ മീഡിയ 1 8.96. ഇതിൽ ഒരു പ്രത്യേകത തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച 1ാം സ്ഥാനത്തെ ചാനലിലും 2ാം സ്ഥാനത്തെ ചാനലിലും തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം 14 പോയിന്റ് ആയിരുന്നു. ആൻഡ് 2ാം സ്ഥാനം 3ാം സ്ഥാനം തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം 14 പോയിന്റ് തന്നെയായിരുന്നു. ഈക്വൽ ആയിരുന്നു നിൽക്കുന്നത്. ഇപ്രാവശ്യം കുറച്ചും കൂടിയും അതിൽ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്, ലീഡർ കുറച്ചും കൂടിയും ഒരു ലീഡർഷിപ്പ്, ഒരു മേൽക്കോയ്മ എടുത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിൽ 1ാം നമ്പർ ചാനലും സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്ന ചാനലും തമ്മിൽ ഡിഫറൻസ് ഏകദേശം 17.75 GRP ഡിഫറൻസ് ഉണ്ട്. ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷൻ റിപ്പോർട്ടറും 24 തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം 10.85 ഉള്ളൂ. കുറച്ചും കൂടി അവർ എന്താ പറയുക, 24 കുറച്ചും കൂടി നിയർ ടു സെക്കൻഡ് പൊസിഷൻ എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഏഷ്യാനെറ്റും 24 തമ്മിലുള്ള ഡിഫറൻസ്, നമ്പർ 1 ചാനലും തേർഡ് പൊസിഷൻ നിൽക്കുന്ന ചാനലും തമ്മിൽ ഡിഫറൻസ് ഏകദേശം 28.6 ഉണ്ട്. അതൊരു നല്ലൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് കുറച്ചും കൂടി ലീഡർഷിപ്പ് അവർ സ്ട്രോങ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തു പോകുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അവരുടെ സ്ട്രാറ്റജിയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പലപ്പോഴും അവർ PR കുറച്ച് നന്നായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും PR ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഡിജിറ്റൽ മാത്രമല്ല, അല്ലാത്ത രീതിയിലുള്ള ഹോർഡിങ്സും മറ്റു കാര്യങ്ങളും ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കൂടുതലായിട്ട് നഗരത്തിലും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ ആയേക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് ആൾക്കാർ കൂടുതൽ കാണുന്നുവെന്ന്. ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇതുവരെ നോക്കിയിരുന്നപ്പോൾ ചില സമയത്ത് യൂട്യൂബിലെ വ്യൂവേഴ്സ് നമുക്ക് കമ്പയർ ചെയ്യാറുണ്ടായിരുന്നു റേറ്റിംഗ് ആയിട്ട്. പക്ഷെ ഇപ്പോൾ അത് വലിയ സാധ്യതയില്ല. കാരണം എല്ലാവർക്കും ഏകദേശം 10,000 മുകളിൽ ഡേ ബാൻഡിലൊക്കെ വ്യൂവർഷിപ്പ് കാണുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഒരു 2-3 എപ്പിസോഡ് മുമ്പ് പറഞ്ഞ പോലെ ബോട്ടിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ റിയൽ വ്യൂവർഷിപ്പ് ആയിക്കൊള്ളുന്നില്ല. എല്ലാവരും ആ ഒരു ട്രാക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയോ തെറ്റോ എന്നുള്ളത് സെക്കൻഡറി തിങ്. നമ്മൾ അതിനെപ്പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ഒരു ന്യൂസ് ചാനലിൻ്റെ പൊസിഷൻ. കാരണം പറയത്തക്ക കോമ്പറ്റീഷൻ ഇല്ല, എല്ലാവരും ഇപ്പോൾ സേഫായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിലിപ്പോൾ 24 കുറച്ചും കൂടി ഒരു മേൽക്കോയ്മ എടുത്തു വരുന്നുണ്ട്. റിപ്പോർട്ടറിന് ഒരു പ്രതിയോഗിയാവാൻ ഇനിയും
സാധ്യതയുണ്ട്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും വരും ആഴ്ചകളിൽ നമുക്ക് നോക്കാം. ഒരുപക്ഷെ 2025 ചിലപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധ്യതയുള്ളത്. എന്തായാലും ഒരു കാര്യം തീരുമാനിക്കാം, ശരിക്കും ഈ 3 ചാനൽ തമ്മിലാണ് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഇനിയും അടുത്ത കുറച്ച് കാലത്തേക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ടർ, 24 ന്യൂസ്. ദെൻ മനോരമയും മാതൃഭൂമിയും കുറച്ചും കൂടി ബാക്കിലാണ്. അവർ എങ്ങനെയാണ് അവരുടെ ഒരു മുന്നോട്ടുള്ള വരവ് അല്ലെങ്കിൽ അവരൊരു സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും അടുത്ത കൊല്ലം പ്ലാൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരു പോക്ക് നോക്കിയിട്ട് ഈ 3 ചാനൽ തന്നെയായിരിക്കും അടുത്ത കൊല്ലവും ലീഡ് ചെയ്യാൻ തന്നെ സാധ്യതയുള്ളത്. നമ്മൾ നേരെ GC സെക്ടറിൽ നോക്കുമ്പോൾ ഒരു മാറ്റമില്ല. മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില സെക്ടറിൽ ചെറിയൊരു മാറ്റങ്ങളുണ്ട്. നമ്മൾ കേരള 2+ എടുക്കുമ്പോൾ വീക്ക് 50 ഏഷ്യാനെറ്റ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ഏകദേശം 717.08 ആണ് അവർ ഗെയിൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചത്തേക്കാളും ഒരു 11 പോയിന്റോളം കൂടുതൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നത് കേരള 2+ൽ മഴവിൽ മനോരമയാണ് സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നത്. 195.6 അവർക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ തേർഡ് പൊസിഷനിൽ ഫ്ലവേഴ്സാണ് 186.75. ദെൻ ഫോർത്ത് പൊസിഷനിലാണ് സി കേരളം 186.57. വളരെ മൈന്യൂട്ട് ദശാംശത്തിൻ്റെ ചേഞ്ചിലാണ് സി ഫോർത്ത് പൊസിഷൻ ആയിട്ടുള്ളത്. എങ്കിൽ പോലും ഫ്ലവേഴ്സ് അവിടെ ഗ്രോത്ത് ഉണ്ട്. നമ്മൾ വരും കുറേ ആഴ്ചകളിൽ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് കണ്ടുവരുന്നൊരു ട്രെൻഡ് 24 ഫ്ലവേഴ്സും കുറച്ച് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡായിരുന്നു. ഇപ്പോൾ അതിന് മാറിയിട്ട് 2 ചാനലും ഒരേപോലെ തന്നെ കുറച്ച് മുന്നോട്ട് അവർ GRP കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ കുറച്ച് സ്ട്രാറ്റജി അവർ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പല രീതിയിലും അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ ആയേക്കാം ചിലപ്പോൾ ഇത്തരം ഒരു ബെനിഫിറ്റ് കാണിക്കുന്നത്. ആൻഡ് സി കേരളം ഈ ഒരു സെഗ്മെന്റിലാണ് ഫോർത്ത് പൊസിഷൻ അയക്കുന്നത്. പക്ഷേ സെയിം ടൈം മാർക്കറ്റ് ടൂളായിട്ട് ഉപയോഗിക്കുന്നത് 50+ എടുക്കുമ്പോൾ ഫീമെയിൽ ആൻഡ് മെയിൽ, അർബൻ പ്ലസ് റൂറൽ എടുക്കുമ്പോൾ പൊസിഷൻ ടോട്ടൽ ഡിഫറൻ്റ് ആണ്. ഏഷ്യാനെറ്റിൻ്റെ നമ്പർ 1 ഏഷ്യാനെറ്റ് 895 പോയിന്റ് അവർക്ക് GRP കിട്ടിയപ്പോൾ സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നത് സി കേരളമാണ്. സി കേരളത്തിന് 251 പോയിന്റ് GRP അവർക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ഒരു 6 പോയിന്റ് കൂടുതൽ. ആൻഡ് തേർഡ് പൊസിഷൻ നിൽക്കുന്നത് മഴവില്ലാണ്. മഴവിൽ 212, കുറച്ചുകൂടി ബാക്കിലാണ് നിൽക്കുന്നത്. ദെൻ ഫോർത്ത് പൊസിഷൻ ഫ്ലവേഴ്സ് 192. ഫിഫ്ത്ത് പൊസിഷൻ സൂര്യ TV 163. ഇതിൽ ഈ സി കേരളത്തിൻ്റെയും മഴവിലിൻ്റെയും നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ ഒരുപക്ഷെ ചാനലിലെ മാർക്കറ്റിങ്ങിനൊക്കെ എടുക്കുന്നത് ഈ ലാസ്റ്റ് പറഞ്ഞ റേറ്റിംഗ് ആണ്. നമ്മൾ 50+ മെയിൽ ആൻഡ് ഫീമെയിൽ അർബൻ ആണ് മാർക്കറ്റിങ്ങിന് വേണ്ടി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ സെയിം ടൈം നമ്മൾ ഓവറോൾ ഒരു ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കേരള 2+ ആണ്. ആ യൂണിവേഴ്സൽ കൗണ്ടാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ മഴവില്ലാണ് സെക്കൻഡ് പൊസിഷൻ. ആൻഡ് മാർക്കറ്റിംഗ് സൈഡ് നോക്കുമ്പോൾ സി ആണ് അതിൻ്റെ ഇത് രണ്ടും തെറ്റും ശരിയൊന്നുമല്ല, ഒരു വിലയിരുത്തലോ അല്ലെങ്കിൽ താരതമ്യമൊന്നുമില്ല. ഓരോ സെക്ടറിൽ ഓരോ ചാനൽസ് മുന്നിട്ട് നിൽക്കുന്നു. അത് അവർ പ്രൊമോഷന് വേണ്ടിയിട്ട് ആ ഒരു ഹൈപ്പ് കിട്ടുന്ന ആ ഒരു GRP അവർ ഹൈലൈറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഞാൻ ഈ പറയുന്ന റേറ്റിങ്ങും ഇത്തരം ചാനൽസിൻ്റെ ഒരു ഡിജിറ്റൽ പ്രൊമോഷൻ വരുന്നത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് പറയുമ്പോൾ ഇതാണ്. അതിൻ്റെ സോഴ്സും കൂടി നോക്കാം. അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടാകും സോഴ്സ് എന്താണെന്നുള്ളത്. ആ സോഴ്സിൽ കറക്റ്റ് ഏത് TG ഗ്രൂപ്പാണ്, അതിൻ്റെ ടൈം ബാൻഡ് ഏതാണെന്ന് നോക്കിയിട്ടായിരിക്കും അതിൽ ആ റേറ്റിംഗ് പറയാറുള്ളത്. പലപ്പോഴും പലരും എന്നോട് ഇതിന് ശേഷം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന റേറ്റിങ്ങും അവർ കാണിക്കുന്ന റേറ്റിംഗ് വ്യത്യാസം അതാണ് ബാർക്കിൻ്റെ റേറ്റിംഗ് നമ്മൾ ജനറലായിട്ട് എടുക്കുന്നു. ഓരോ കാറ്റഗറി തിരിച്ചും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിംഗ് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൽ ഞാൻ പറയുന്നത് തെറ്റല്ല, അവർ പറയുന്നത് തെറ്റല്ല. ബേസിക് ഡാറ്റ ഒന്ന് തന്നെയാണ്. ആ ഡാറ്റയെ ഡിഫറെൻറ്റ് TG ഗ്രൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മാത്രമാണത്. ദെൻ GC സെക്ടറിൽ വേറെ പുതിയ ഒന്നുമില്ല. 2 സീരിയൽസ് 2 ചാനൽസ് പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടുത്ത ആഴ്ച വരാൻ പോകുന്നുള്ളൂ. മഴവിൽ ഓൾറെഡി വന്നു, ആ റേറ്റിംഗ് വന്നുവെങ്കിൽ പോലും ഒരു മികച്ച തുടക്കമെന്ന് പറയാൻ പറ്റില്ല. ഒരു പുതിയൊരു സീരിയൽ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഏഷ്യാനെറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അടുത്ത ആഴ്ച തന്നെ റേറ്റിംഗ് വരാനുള്ളൂ. അപ്പോൾ എന്തായാലും ഈ പുതിയ പ്രോജക്റ്റ് ലോഞ്ചുകളും ഒരുപക്ഷെ റേറ്റിങ്ങിനെ വരും ആഴ്ചകളിൽ റിഫ്ലക്റ്റ് ചെയ്തേക്കാം. ദെൻ വീക്ക് 51 നമുക്കൊരു ന്യൂസ് ചാനൽസിൻ്റെ ഒരു ഫോർകാസ്റ്റ് എന്ന രീതിയിൽ പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു 93-97 വരെ കിട്ടിയേക്കാം. സെക്കൻഡ് പൊസിഷൻ റിപ്പോർട്ടർ തന്നെയായിരിക്കും. അവർ ചെറിയൊരു ഡ്രോപ്പ് കാണിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഒരു 72 to 77 വരെ ആ ഒരു ഗ്യാപ്പിലായിരിക്കും അവർക്ക് ഗെയിൻ ചെയ്യാൻ സാധ്യതയുള്ളത്. N24 66 to 70. ആൻഡ് മനോരമ
റെഗുലറായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ 40-44 തന്നെ അവർക്കൊരു സേഫ് ആയിട്ടുള്ള ഓഡിയൻസ് എപ്പോഴും ഉണ്ട്. അത് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് മാതൃഭൂമി സെയിം തന്നെ 36-40. ആൻഡ് ജനം 17-21. ആൻഡ് കൈരളി 16-19. ആൻഡ് ന്യൂസ് 80 10-13. ആൻഡ് മീഡിയ വൺ 7-9. ഇതായിരിക്കും അടുത്ത ആഴ്ചകളും വരുന്ന ഒരു ഫോർകാസ്റ്റ് എന്ന രീതിയിൽ പറയുന്നത്. കാരണം വല്ലാത്ത വലിയ സംഭവവികാസങ്ങൾ ഈ ആഴ്ചകളിൽ നടന്നിട്ടില്ല. ഒരുപക്ഷെ നെക്സ്റ്റ് വീക്കിൽ എന്തായിരിക്കും, കാരണം ഇയർ എൻഡ് വരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത വരും ആഴ്ചകളിലൊക്കെ നമുക്ക് ഈ കൊല്ലത്തെ 2024 GEC സെക്ടറിലെ ചാനൽസിൻ്റെയും ന്യൂസ് സെക്ടറിലെ ചാനൽസിൻ്റെയും നമുക്ക് പെർഫോമൻസ് നമുക്കൊന്ന് വിലയിരുത്താവുന്നതാണ്. അപ്പ് ആൻഡ് ഡൗൺസും കാര്യങ്ങളും ഒരുപാട് ഹാപ്പനിങ്സ് നടന്നിട്ടുണ്ട് കേരളത്തിൽ. എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ വലിയ രീതിയിലല്ലെങ്കിൽ പോലും ന്യൂസ് ചാനൽസിലുണ്ട്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് വരും ആഴ്ചകളിൽ ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും വീക്ക് 51 നല്ലൊരു കോമ്പറ്റീഷൻ കുറച്ചും കൂടി ടൈറ്റ് ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം.